40 ദിവസങ്ങൾക്കപ്പുറം നമ്മൾ നീറ്റ് എന്ന ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഫേസ് ആണ്. അതുപോലെ തന്നെ ഡാർക്കസ്റ്റ് ഫേസ് ഓഫ് നീറ്റ് പ്രിപ്പറേഷൻ ആണ്. ഒരു നെഗറ്റീവ് എനർജിക്കും എന്നെ തളർത്താനാവില്ല. പല ഒപ്പീനിയൻസ് കിട്ടും. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗിന് പോകാം. ഇഫ് യു ട്രെയിൻ സോ മച്ച് ദേ വിൽ സേ യു ആർ മാഡ്. അപ്പോൾ തോറ്റാലും പ്രശ്നം, ജയിച്ചാലും പ്രശ്നം, നമ്മൾ വർക്ക് ചെയ്താലും പ്രശ്നം, നമ്മൾ വർക്ക് ചെയ്തിലും പ്രശ്നം. ഇപ്പം ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും പിന്നെയും ചെയ്യുന്നത്, ചെയ്ത കോൺസെപ്റ്റ് ആയിരിക്കും പിന്നെയും റിവൈസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ തോൽവിയെ പേടിച്ച് പിന്മാറി ഓടാതെ വർക്ക് ചെയ്യുക. നമ്മൾ സ്ട്രോങ് ആയിട്ട് തോൽവിയെയും വിജയത്തിനെയും ഒക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വിൽ പവറോടെ വർക്ക് ചെയ്യുക. ഹായ് ഫ്യൂച്ചർ ഡോക്ടർ, ആർ യു റെഡി ഫോർ ക്രാക്കിംഗ് നീറ്റ്? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹേ മെഡിക്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഇനി 40 ദിവസങ്ങൾ കഴിഞ്ഞാൽ നീറ്റ് എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പം നീറ്റ് എഴുതാൻ പോകുന്ന ഒട്ടുമിക്ക നീറ്റ് ആസ്പിരൻസും അത്യാവശ്യം നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അതെനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. കാരണം ഈയിടെയായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലായാലും യൂട്യൂബിലായാലും കുറേ അധികം മെസ്സേജസാണ്. ചേട്ടാ പഠിച്ച് തീരുന്നില്ല, പഠിച്ച് എവിടെ എത്തുന്നില്ല, ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നറിയില്ല, ഞാൻ ഗീവ് അപ്പ് ചെയ്യട്ടെ, ഈ നീറ്റ് ജേണി എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം മെസ്സേജസ് എനിക്ക് ലഭിക്കാറുണ്ട്. അപ്പം ഈ കോൺഫിഡൻസ് ഒക്കെ കുറച്ച് കുറഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടാൽ മോട്ടിവേറ്റഡ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ അനുഭവത്തിൽ നിന്ന്, ഞാൻ കണ്ട കൂട്ടുകാരുടെ അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നെവർ ഗിവ് അപ്പ്. നമ്മൾ ഈ ഒരു നീറ്റിൻ്റെ ലാസ്റ്റ് ഫേസിലെത്തി നിൽക്കുകയാണ്. ഇനി 40 ദിവസങ്ങൾക്കപ്പുറം നമ്മൾ നീറ്റ് എന്ന ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ടൈമിൽ ഒരിക്കലും തോൽവിയെ പിടിച്ച് നമ്മൾ പിന്മാറാതിരിക്കുക, തോൽവിയെ പിടിച്ച് ഓടാതിരിക്കുക. നെവർ ഗിവ് അപ്പ്. എനിക്ക് പറ്റില്ല എന്ന് നമ്മളെ മനസ്സിനെ പറഞ്ഞ് ശീലിപ്പിക്കാതെ എനിക്ക് പറ്റുമെന്ന് ചിന്തിക്കുക. എനിക്ക് നീറ്റ് എക്സാം എഴുതാൻ പറ്റും, എനിക്ക് നല്ല റാങ്ക് നേടാൻ പറ്റുമെന്ന് സെൽഫായിട്ട് ബിലീവ് ചെയ്യുക, സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക. അപ്പം ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഫേസാണ്. അതുപോലെ തന്നെ ഡാർക്കസ്റ്റ് ഫേസ് ഓഫ് നീറ്റ് പ്രിപ്പറേഷനാണ്. ഈ ഒരു ടൈമിലാണ് പല നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളും നമ്മൾ സെൽഫ് കോൺഫിഡൻസിനെ തന്നെ ചോദ്യം ചെയ്തിട്ട് എനിക്ക് കിട്ടുമോ, ഇത്ര പഠിച്ചാൽ മതിയോ, ഇതാണോ ഒരു ടാർഗറ്റ് മാർക്ക് എന്നൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് അവരുടെ പഠിക്കാനുള്ള വേരിയബിൾ ആയിട്ടുള്ള ടൈം മാറ്റി വയ്ക്കുന്ന ഒരു ടൈമാണ്. ഈ ഒരു ഫേസ് നിങ്ങൾ തരണം ചെയ്താൽ നീറ്റ് എക്സാമിൻ്റെ പകുതിയോളം വിജയിച്ചു എന്നാണ് അർത്ഥം. സോ ഡെവലപ്പ് ദാറ്റ് സെൽഫ് കോൺഫിഡൻസ്. എനിക്ക് പറ്റുമെന്ന് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അവോയ്ഡ് നെഗറ്റീവ് എനർജി അറൗണ്ട് യു. ഒരു നീറ്റ് ആസ്പിരൻ്റെ ജീവിതം പരിശോധിച്ചാൽ, ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ചുറ്റിലും ഒട്ടേറെ പ്രഷറും ഒട്ടേറെ നെഗറ്റീവ് എനർജിയും ഓരോ ദിവസവും അവൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് എനർജിക്കും എന്നെ തളർത്താനാവില്ല. ഞാൻ നീറ്റ് എഴുതാൻ പോവാണ്, ഞാനൊരു ഡോക്ടർ ആവാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് എനർജിക്കും ഒരു ബാഡ് ഒപ്പീനിയൻസിനും എൻ്റെ ഈ ഒരു വിൽ പവറിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. പണ്ട് ശാസ്ത്രം പറഞ്ഞത്, ഒരു ബംബിൾ ബീ ക്യാൻ നെവർ ഫ്ലൈ എന്നായിരുന്നു ശാസ്ത്രം പറഞ്ഞത്. കാരണം എന്താ, അതിൻ്റെ ചിറകുകൾക്ക് അതിൻ്റെ ബോഡി വെയിറ്റ് താങ്ങാനുള്ള ശേഷി ഇല്ല എന്നായിരുന്നു റിസർച്ചുകൾ പറഞ്ഞത്. വണ്ടികൾ സുഖമായിട്ട് തേയില നുകരുന്നുണ്ടല്ലേ, അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടികൾക്ക് പ്രശ്നമില്ല, അതിന് വിൽ പവർ ഉണ്ട്, അത് സുഖമായിട്ട് പറക്കുന്നുണ്ട്. ദേ ഡോണ്ട് കെയർ വാട്ട് റിസർച്ച് സേസ്. അതുപോലെ ആയിരിക്കണം നമ്മുടെ മെൻറ്റാലിറ്റി. നമ്മുടെ ഇനിയുള്ള 40 ദിവസം പല ഒപ്പീനിയൻസ് കിട്ടും. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗിന് പോകാം, ഇത് കിട്ടിയില്ലെങ്കിൽ നീ റിപ്പീറ്റ് ഒന്നും ചെയ്യേണ്ട, ഇത് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ഇമോഷൻസ്, പലതരത്തിലുള്ള നെഗറ്റീവ് എനർജി ഇനിയുള്ള 40 ദിവസം നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാം. ഈ ഒരു നെഗറ്റീവ് എനർജിയും നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ ഒരു സ്കോറിനെ പോലും ബാധിക്കാതിരിക്കുക. നമ്മുടെ മൈൻഡിൽ തന്നെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യുക, നമ്മളെല്ലാ ചലഞ്ചസും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു കോട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതായത്, നമ്മൾ ഓവറായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ നമ്മളെന്താണ് പറയുന്നത്, അവനൊരു പ്രാന്തനാണ്, അവന് വേറെ ഒരു പണിയില്ല എന്ന് പറയും. ഇഫ് യു ട്രെയിൻ ലെസ് ദേ വിൽ സേ യു ആർ വീക്ക്. അപ്പോൾ നമ്മൾ അതേസമയം വർക്ക് ചെയ്തില്ലെങ്കിലോ അവർ പറയും അവനൊരു മടിയനാണ്, അവന് ഒന്നിനും കഴിയില്ല, വെറും മടിയനാണ്, വെറുതെ ഇരിക്കാൻ മാത്രമേ അവന് ഇഷ്ടമുള്ളൂ. ഇഫ് യു വിൻ ദേ വിൽ സേ യു ആർ ലക്കി. നമ്മൾ വിജയിച്ചാലോ അവർ പറയും അത് വെറും ഭാഗ്യമാണ്, അവൻ വർക്ക് ചെയ്തിട്ടൊന്നും അല്ല അവൻ ജയിച്ചതെന്ന് പറയും. ഇഫ് യു ലൂസ് ദേ വിൽ മോക്ക് യു, യു ആർ യൂസ്ലെസ്. അങ്ങനെ പല വാക്കുകളോ ഉപയോഗിക്കില്ലേ. അപ്പോൾ നമ്മൾ തോറ്റാലും പ്രശ്നം, ജയിച്ചാലും പ്രശ്നം, നമ്മൾ വർക്ക് ചെയ്താലും പ്രശ്നം, നമ്മൾ വർക്ക് ചെയ്തിലും പ്രശ്നം. ഈ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്ന് പ്രോപ്പറായിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഈ ചുറ്റുള്ള ഒപ്പീനിയൻസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്, നമ്മളെ പേഷൻ അച്ചീവ് ചെയ്യാനാണ്. നമ്മൾ നീറ്റ് എഴുതുന്നത് ബാക്കിയുള്ളവരെ കാണിക്കാനല്ല, നമ്മുടെ പേരൻസിൻ്റെയും നമ്മുടെയും ഒരു പേഷൻ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീറ്റ് എഴുതുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ യുവർ സെൽഫ് ആസ് ഡോക്ടേഴ്സ്, വർക്ക് ഫോർ ഇറ്റ്. നോ നെഗറ്റീവ് എനർജി ക്യാൻ ബ്രേക്ക് യുവർ വിൽ പവർ. ജസ്റ്റ് ഡു ഇറ്റ്, ജസ്റ്റ് വർക്ക് ഫോർ ഇറ്റ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് നിങ്ങൾ ഇനിയുള്ള 40 ദിവസം ചെയ്താൽ അത് നിങ്ങളുടെ നീറ്റ് ജേണിയിൽ വളരെയധികം മാറ്റം വരുത്തും എന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് പിക്ചറൈസ് യുവർ സെൽഫ് എവറി ഡേ. നമ്മൾ ഓരോ ദിവസം നീറ്റിന് പഠിക്കാനിരിക്കുമ്പോൾ, ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും റിവൈസ് ചെയ്യാനിരിക്കുമ്പോൾ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാവില്ലേ, നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ തോന്നില്ലേ. അപ്പം എക്സോസ്റ്റഡ് ആയിരിക്കും. നമ്മൾ എത്രയോ മാസങ്ങളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പം ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും പിന്നെയും ചെയ്യുന്നത്, ചെയ്ത കോൺസെപ്റ്റ്
ആയിരിക്കും പിന്നെ റിവൈസ് ചെയ്യുന്നത്, എക്സോസ്റ്റഡ് ആവും. ജസ്റ്റ് ഡു ഇറ്റ് ഫോർ അവർ സെൽഫ്, ഡു ഇറ്റ് ഫോർ മീ, ഡു ഇറ്റ് ഫോർ അവർ ഫാമിലി. നമ്മൾ ജസ്റ്റ് പിക്ചറൈസ് ചെയ്യുക, ഈ ഒരു നീറ്റ് എക്സാം എഴുതുന്നു, നീറ്റ് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് തിരിച്ചു വരുന്നു, ഹാപ്പി ആയിട്ട് വരുന്നു, ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നു, ആ അലോട്ട്മെൻറ്റ് ഡേയിലെ ഹാപ്പിനെസ്. അങ്ങനെ നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ജസ്റ്റ് പിക്ചറൈസ് യുവർ സെൽഫ് ഇൻ യുവർ മൈൻഡ്, ജസ്റ്റ് ഡ്രീം ഫോർ ഇറ്റ്, ഡ്രീം യുവർ സെൽഫ്. അങ്ങനെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റ് ലിവ് ചെയ്യാനുള്ള ത്വര കൂടുകയാണ് ചെയ്യുന്നത്. ആ ഒരു മൊമെൻറ്റ് ലിവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാർഡ് വർക്ക് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളിരിക്കുന്ന അവേഴ്സ് എഫക്റ്റീവാണ്, മടുപ്പില്ലാതെ നമുക്കിരിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും ദിവസേന സ്വപ്നം കാണുക, ആ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നീറ്റ് ജേണി നിങ്ങൾക്ക് ഒരിക്കലും എക്സോസ്റ്റഡ് ആയി തോന്നില്ല. ഈ ഒരു നീറ്റ് ജേണി നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും തോന്നില്ല. ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്, ഇപ്പം ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടിയാണെന്നുള്ള സ്വയം ബോധം എപ്പോഴും നമ്മൾ ജസ്റ്റ് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു തോട്ട്സും ഇനി വരാൻ സമയമില്ല. 40 ദിവസങ്ങളേ ഉള്ളൂ. നല്ലോണം പരിശ്രമിക്കുക, സ്വപ്നങ്ങൾ കീഴടക്കുക. സ്വപ്നം ഇല്ലാണ്ട് എന്ത് മനുഷ്യനിലെ ഏറ്റവും വലിയ ഉദാഹരണം APJ അബ്ദുൽ കലാം സാറ് തന്നെയാണ് അല്ലേ. അപ്പം സ്വപ്നം കാണുക, സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കുക. ജസ്റ്റ് പിക്ചറൈസ് അവർ സെൽഫ് ആസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നമ്മളെ തന്നെ കണ്ണാടീൻ്റെ മുന്നിൽ പോയിട്ട് നമ്മളെ തന്നെ വിളിക്കുക, ഹായ് ഫ്യൂച്ചർ ഡോക്ടർ, ആർ യു റെഡി ഫോർ ക്രാക്കിംഗ് നീറ്റ്. നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ പ്രോഗ്രസ് നമ്മൾ തന്നെ വിലയിരുത്തുക. 4ാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം, റിസൾട്ടുകൾ വന്നോളും കൂട്ടുകാരെ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. അപ്പോൾ നമ്മളിപ്പോൾ മോഡൽ എക്സാം ഒക്കെ എഴുതുന്ന ഒരു ഫേസ് ആയിരിക്കില്ലേ. ദിവസേനയായിട്ടുള്ള മോഡൽ എക്സാമുകൾ എഴുതി റിസൾട്ട് അനലൈസ് ചെയ്തു, അന്നത്തെ റിസൾട്ട് കണ്ടു. അപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ്, ഇതാണ് എൻ്റെ എൻഡ് പോയിൻറ്റ്, ഇതാണ് എൻ്റെ അന്തിമമായിട്ടുള്ള റിസൾട്ട് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ആ ഒരു കാര്യം ഒഴിവാക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ മിസാഗി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ പറ്റി കേൾക്കാനിടയായി. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ആ ഒരു കോൺസെപ്റ്റ് പറയുന്നത്, നിങ്ങൾ 364 ദിവസങ്ങൾ വേദനകൾ അനുഭവിക്കൂ, 364 ദിവസങ്ങൾ നിങ്ങളെ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കൂ. നിങ്ങൾക്ക് വേണ്ട ആ സന്തോഷം, നിങ്ങൾക്ക് വേണ്ട ആ റിസൾട്ട് 365ാമത്തെ ദിവസമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നമ്മൾ 363ാമത്തെ ദിവസം വിചാരിക്കുകയാണ്, എനിക്ക് മടുത്തു, എനിക്ക് റിസൾട്ടുകൾ കിട്ടുന്നില്ല. ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു ഡിസിഷനായിരിക്കും. എന്തുകൊണ്ട് ആ ഒരു പീക്ക് റിസൾട്ട് 2025 നീറ്റ് എക്സാമിനേഷനിൽ ലഭിച്ചുകൂടാ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം വർക്ക് ചെയ്യാണ്, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, ഫ്രഷ് ചാൻസ് ഉണ്ടാവും, റെസിഡൻസ് ബാച്ച് ഉണ്ടാവും, അങ്ങനെ പലതരം ആൾക്കാർ ഈ ഒരു നീറ്റ് എന്ന കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ഇപ്പം റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പേടിക്കാതെ തളരാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യുക, നല്ലോണം പഠിക്കുക, നല്ലോണം റിവൈസ് ചെയ്യുക, നല്ലോണം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. എന്തുകൊണ്ട് നിങ്ങളുടെ ആ പീക്ക് റിസൾട്ട് നീറ്റ് 2025 എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ലഭിച്ചുകൂടാ? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ നീറ്റ് 2025 എക്സാമിനേഷൻ ഹാളിലേക്ക് എൻ്റർ ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഓൾറെഡി ഇത് ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്, ഇത് ഞാൻ തെറ്റിയിട്ട് പണ്ട് പഠിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ. വളരെ എളുപ്പമായിട്ടുള്ള ഒരു എക്സാമാണ്. ഒരു 670-680 റേഞ്ചിൽ തന്നെ മാർക്ക് ലഭിച്ചു, നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടി. എന്തുകൊണ്ട് ഇത് സംഭവിച്ചുകൂടാ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. സോ വർക്ക് ഹാർഡ്. നമ്മളിപ്പം ഫേസ് ചെയ്യുന്ന വേദനകൾ, നമ്മൾ ഇപ്പം സാക്രിഫൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാത്തിനും നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും കൂട്ടുകാരെ. ഈ ഒരു സമയം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക, വേസ്റ്റ് ചെയ്യാതെ, സെൽഫ് കോൺഫിഡൻസ് ബ്രേക്ക് ആകാതെ വർക്ക് ചെയ്യുക. ഇതിനെല്ലാമുള്ള റിസൾട്ട് നമ്മൾക്ക് ദൈവം അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക്, നമുക്ക് ആ ചെറിയൊരു ഭാഗ്യം ഈ ഒരു ഹാർഡ് വർക്കിലൂടെ നമുക്ക് നീറ്റ് എക്സാമിനേഷന് കിട്ടും. നീറ്റ് 2025 നിങ്ങളുടേതായിരിക്കും. അവസാനമായിട്ട് 5ാമത്തെ കാര്യം, നിങ്ങളുടെ സമയം വരും. യുവർ ടൈം വിൽ കം. ഇപ്പം തോറ്റ് പിന്മാറാതെ മര്യാദയ്ക്ക് വർക്ക് ചെയ്ത യുവർ ടൈം വിൽ കം. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് കബീബ് എന്ന ഒരു ബോക്സറിനെ പറ്റിയാണ്. കബീബ് എന്ന ബോക്സർ തനിക്ക് കിട്ടാവുന്ന എല്ലാ കിരീടങ്ങളും അണിഞ്ഞ ഒരു ബോക്സറാണ്. അപ്പോൾ ആ കബീബിനോട് ഒരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രൗഡായിട്ടുള്ള മൊമെൻ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചപ്പം കബീബ് പറഞ്ഞത് ഒറ്റ കാര്യമാണ്, ഞാനിപ്പോൾ പ്രൗഡാവുന്നത് എനിക്ക് കിട്ടിയ ട്രോഫി ഉള്ളതുകൊണ്ടല്ല, എനിക്ക് കിട്ടിയ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ഞാനിപ്പോൾ പ്രൗഡാവുന്നത് ഞാൻ പണ്ട് ജീവിതത്തിലെടുത്ത ഒറ്റ ഡിസിഷൻ കാരണമാണെന്ന് പറഞ്ഞു. അപ്പോൾ റിപ്പോർട്ടർ അത്ഭുതപ്പെട്ടു. ട്രോഫിയേക്കാൾ വലുതായിട്ടുള്ള ഒരു ഡിസിഷൻ കബീബ് ജീവിതത്തിൽ എടുത്തിട്ടുണ്ടോ? അതെന്താണെന്ന് ചോദിച്ചപ്പോൾ കബീബ് പറഞ്ഞു, ഞാൻ പണ്ടൊരു വൃത്തികെട്ട ഫേസിൽ ജീവിച്ചിരുന്നു. ആ ഒരു വൃത്തികെട്ട ഫേസ്, ആ ഒരു ഹാർഡായിട്ടുള്ള ഫേസ്, ആ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫേസ്, നെഗറ്റീവ് എനർജി മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിൽ ഞാൻ ജീവിച്ചിരുന്നു. ആ ഒരു ഫേസിൽ ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല. ഞാൻ എന്നോട് തന്നെ മത്സരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നോട് തന്നെ മത്സരിച്ചപ്പോൾ ഞാനെടുത്ത ഡിസിഷൻ നെവർ ഗിവ് അപ്പ് ആൻഡ് കണ്ടിന്യൂ ഫോർ യുവർ ഡ്രീംസ്, കണ്ടിന്യൂ വർക്കിംഗ് ഫോർ യുവർ ഡ്രീംസ് എന്നായിരുന്നു. ആ ഒരു ഡിസിഷനാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൗഡായിരിക്കുന്നത്. ആ ഒരു ഡിസിഷൻ ഞാൻ അന്ന് എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തില്ലായിരുന്നു. അതുതന്നെയാണ് കൂട്ടുകാരെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ ഡിസിഷൻസും ഈ നീറ്റ് എന്ന ജേർണിയിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഡിസിഷൻസാണ്. ഇപ്പം നിങ്ങൾ തോൽവിയെ പേടിച്ച് പിന്മാറി ഓടാതെ വർക്ക് ചെയ്യുക. നമ്മൾ സ്ട്രോങ് ആയിട്ട് തോൽവിയെയും വിജയത്തിനെയും ഒക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വിൽ പവറോടെ വർക്ക് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് പിക്ചറൈസ് ചെയ്യുക, വൈറ്റ് കോട്ടൊക്കെ ഇട്ട് ഒരു ഡോക്ടറായിട്ട് നമ്മൾ പേരൻസിൻ്റെ മുന്നേ പോവുകയാണ്, നമ്മൾ
പ്രൗഡായിട്ട് പറയാണ് ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നതൊക്കെ പറയുന്ന ആ ഒരു വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും മുന്നോട്ട് പോകാനായിരിക്കട്ടെ, നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഈ ഒരു നീറ്റ് ജേർണിയിൽ വളരെയധികം എഫക്റ്റ് ചെയ്യട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പം എല്ലാ നീറ്റ് ആസ്പിരൻസിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ് പറയാണ്. നല്ലോണം വർക്ക് ചെയ്യുക, ഇനിയും സമയമുണ്ട്, 40 ദിവസങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. ഈ ഒരു 40 ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക, വിൽ പവറോട് വർക്ക് ചെയ്യുക. മോറോവർ നമ്മൾ മെൻ്റലി ഹെൽത്തായിട്ട് വെക്കുക. നമ്മൾ കുറേ അധികം പഠിക്കുമ്പോൾ ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കുക. അപ്പോൾ കൂടുതൽ നേരെ ഇരിക്കുന്ന അതിലല്ല കാര്യം, കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് എക്സോസ്റ്റ് ആകുമ്പോൾ നമ്മളെ തന്നെ പിക്ചറൈസ് ചെയ്യുക. വൈറ്റ് കോട്ട് സെറിമണി, ന്യൂ കോളേജ്, ന്യൂ ഫ്രണ്ട്സ്, അതൊക്കെ പിക്ചറൈസ് ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നീറ്റ് സക്സസ്ഫുള്ളായി അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാവരും വർക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും ഫ്യൂച്ചർ ഡോക്ടേഴ്സായിട്ട്, എൻ്റെ ജൂനിയേഴ്സായിട്ട് നമ്മുടെ ഈ കോളേജിലും മറ്റ് കോളേജിലും ഒക്കെ ആയിട്ട് പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ മനസ്സിൽ നിന്ന് നിറഞ്ഞ ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയുക. പറ്റുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാ നീറ്റ് എക്സ്പീരിയൻസിനും ഓൾ ദി ബെസ്റ്റ്. ഗോ ഫോർ ഇറ്റ്.